നിഷാദെ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു അജണ്ടയൊന്നും സെറ്റ് ചെയ്യാനായിട്ട് ശ്രീ വിജയ്ക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, താരനിബിഡമാണ് ഡി എം കെ. അതിനകത്തൊന്നും സംശയമില്ല. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്നത് വിജയെ പോലെ തന്നെ അവിടെ ചെറുപ്പക്കാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു താരം കൂടിയാണ്. അദ്ദേഹം ഉപമുഖ്യമന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇറങ്ങിയ സ്ഥലങ്ങളിലൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെയുമൊക്കെ തന്നെ വലിയ ജനക്കൂട്ടം ഉണ്ടായിട്ടുണ്ട്. അത് താങ്കൾ കൃത്യമായി പറഞ്ഞതുപോലെ അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഈ ഒരു ടി വി കെയുടെ അല്ലെങ്കിൽ ആളുകൾ വരുന്നിടത്തും ഈ ഡി എം കെയുടെ ആളുകൾ വരുന്നിടത്തും തമ്മിലുള്ള വ്യത്യാസം, ഒരു അച്ചടക്കം അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞത് വളരെ നിരീക്ഷണം വളരെ കറക്റ്റാണ്. ഒരു സംഘടിതമായ ഒരു സംവിധാനം ഡി എം കെക്ക് ആണെങ്കിലും അതോടൊപ്പം AIADMK ആണെങ്കിലും ഉണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു പുതിയ പാർട്ടി എന്ന നിലയിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പക്ഷേ പണത്തിന് ഒരു കുറവില്ല, അതോടൊപ്പം തന്നെ പ്രചാരണങ്ങൾക്കൊന്നും ഒരു കുറവില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതറിയാത്തത്, അതിൻ്റെ ഒരു കുറവ് നമുക്കറിയാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ആ പണം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഫാൻസ് അസോസിയേഷനിലൂടെ തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം താഴെത്തട്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഫാൻസ് അസോസിയേഷൻ അവിടെയൊക്കെ വളരെ കൃത്യമാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ഒരു ഫാൻസ് അസോസിയേഷനാണ് ഉള്ളത്. അപ്പോൾ ആ സംവിധാനങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് ഒരു വിലയിരുത്തൽ. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയുന്ന, ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് TVKക്ക് മാറാൻ സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, DMK സംബന്ധിച്ചിടത്തോളം DMK അവിടെ വളരെയധികം ഒരുപാട് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ 5 വർഷക്കാലം മുന്നോട്ട് പോയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയാൻ മുഖ്യമന്ത്രി വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇവിടുത്തെ ഉമ്മൻചാണ്ടി സാർ നടത്തിയിട്ടുള്ള പോലെ തന്നെ ചില പ്രത്യേക പരിപാടികളൊക്കെ തന്നെ ജനങ്ങളുടെ നേരിട്ട് പോയി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ചെയ്യാൻ, അതോടൊപ്പം തന്നെ വളരെയധികം ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് നമ്മുടെ ഇവിടുത്തെ ആളുകൾ പറയുന്നത് പോലെ ഇത്ര 286 തവണത്തെ അരിയർ അല്ലെങ്കിൽ ഇത്ര അരിയർ ബാക്കിയുണ്ട്, ഇത്രയും DR കിട്ടാനുണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ വളരെ വളരെ പോസിറ്റീവായിട്ടാണ് അവിടുത്തെ സർക്കാർ ജീവനക്കാരാണെങ്കിലും. പിന്നെ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ വിഷു പോലുള്ള അവിടെ നമുക്ക് പൊങ്കലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ആളുകൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈ നിറയെ സമ്മാനങ്ങളാണ്. കന്യാകുമാരിയിൽ താമസിക്കുന്നിടത്തോട് നിഷാദ് ചോദിച്ചാൽ അറിയാം, ഇവിടെയുള്ള നമ്മുടെ പല ആളുകളും ഒക്കെ തന്നെ അവിടെ പോയിട്ട് സൈക്കിളൊക്കെ അടക്കം വാങ്ങി തിരികെ വരുന്ന ആ കാര്യങ്ങൾ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാം. അത് വളരെ ജനക്ഷേമപരമായിട്ടുള്ള, ജനങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ എതിർപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അവിടെ. നമ്മളിവിടെ 10 പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയുന്ന പോയിന്റ് ഉണ്ടായില്ല എന്നൊരു പ്രശ്നം. രണ്ട്, ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. വിജയ് അങ്ങനെ ഒരു പാർലമെന്ററി റെപ്രസെന്റേഷനുള്ള പ്രതിപക്ഷമൊന്നുമില്ല, പുറത്തുനിന്ന് ഒരു ബഹളം ഉണ്ടാക്കി വരികയാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് DMK എടുക്കുമെന്നാണ്.